ഹായ് ഗൈസ്, ഡിജിറ്റൽ മാർക്കറ്റേഴ്സിന് മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കേണ്ട ടാഗ് മാനേജറിനെ കുറിച്ചാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ട്രാക്കിംഗ് കോഡുകളൊക്കെ നമ്മൾ മാനുവലി ആയിട്ടാണ് വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നത്. എന്നാൽ കോഡിങ് അറിയാത്ത ഒരാൾക്ക് വെബ്സൈറ്റ് ട്രാക്കിംഗ് ഈസി ആക്കാൻ ടാഗ് മാനേജർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സീംലെസ് ഇൻ്റഗ്രേഷനും ഇവൻറ്റ് ട്രാക്കിംഗ് വളരെ സിമ്പിളായിട്ടും ചെയ്യാം. ഇപ്പം പറയുകയാണെങ്കിൽ ഗൂഗിൾ അനലിറ്റിക്സ്, ഗൂഗിൾ ആഡ്സ്, ഫേസ്ബുക്ക് പിക്സൽ ഇതുപോലുള്ളവ വളരെ എളുപ്പത്തിൽ വെബ്സൈറ്റായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നു. നമുക്ക് എന്ത് കിട്ടുന്നു? ഫാസ്റ്ററും എഫിഷ്യൻറ്റും ആയിട്ടുള്ള ട്രാക്കിംഗ് ഇതിലൂടെ കിട്ടുന്നുണ്ട്. നമുക്കിനി എങ്ങനെ ഒരു വേർഡ്പ്രസ് വെബ്സൈറ്റും ടാഗ് മാനേജറും തമ്മിൽ കണക്ട് ചെയ്യാൻ നോക്കാം. ഗൂഗിളിൽ ടാഗ് മാനേജറിനെ സെർച്ച് ചെയ്തു, ടാഗ് മാനേജറിനകത്ത് കയറുക. അപ്പോൾ അവിടെ നമുക്ക് ക്രിയേറ്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കിട്ടും. നമ്മൾ ക്രിയേറ്റ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. അക്കൗണ്ട് നെയിം നിങ്ങൾക്ക് എന്ത് പേര് വേണമെങ്കിൽ കൊടുക്കാം. ഞാനൊരു കമ്പനിയുടെ പേര് കൊടുത്തു. കൺട്രി സെലക്ട് ചെയ്യാം. ഇനി അടുത്തത് കണ്ടെയ്നർ സെറ്റപ്പാണ്. കണ്ടെയ്നറായിട്ട് നിങ്ങൾക്ക് ആ വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്യാം. അതിന് താഴെയായിട്ട് നിങ്ങളോട് ഏതാണ് പ്ലാറ്റ്ഫോം എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ വെബ്സൈറ്റാണ് ചെയ്യുന്നത്. ക്രിയേറ്റ് കൊടുക്കുക. അവരുടെ ടേംസ് ഓഫ് സർവീസ് അഗ്രി ചെയ്യുക. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ടാഗ് മാനേജറും വെബ്സൈറ്റും തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കോഡുകൾ കിട്ടും. അപ്പോൾ അതിൽ ഫസ്റ്റ് കോഡ് ഹെഡിലും സെക്കൻഡ് കോഡ് ബോഡിയിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ നമുക്ക് ഹെഡിൽ പേസ്റ്റ് ചെയ്യാനുള്ള കോഡ് കോപ്പി ചെയ്തിട്ട് നമ്മളിപ്പം വേർഡ്പ്രസ് വെബ്സൈറ്റാണ് ചെയ്യുന്നത്. HFC എന്നും പറഞ്ഞിട്ടുള്ള പ്ലഗിനാണ് യൂസ് ചെയ്യുന്നത്. അല്ലാത്ത രീതിയിൽ തന്നെ നമുക്ക് വെബ്സൈറ്റിൽ തീമിൽ ഹെഡിലും ബോഡിയിലും കയറ്റി കോഡ് പേസ്റ്റ് ചെയ്യാം. ആക്ടിവേറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ആഡ് ന്യൂ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടാവും. സ്നിപ്പറ്റുകളായിട്ടാണ് കോഡുകൾ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫസ്റ്റ് സ്നിപ്പറ്റിന് ഞാൻ ടാഗ് ഹെഡ് എന്ന് പേര് കൊടുത്തു. ആ ഹെഡറിൽ പേസ്റ്റ് ചെയ്യേണ്ട കോഡ് കോപ്പി ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്തു? ഇതിനകത്ത് സ്നിപ്പറ്റായിട്ട് പേസ്റ്റ് ചെയ്തു. സേവ് കൊടുത്ത് രണ്ടാമത്തെ കോഡ് നമുക്ക് ബോഡി പാർട്ടിലാണ് പേസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പോൾ കോഡ് കോപ്പി ചെയ്യാം. അപ്പം ബോഡിയിൽ പേസ്റ്റ് ചെയ്യാൻ നമുക്ക് ഫൂട്ടർ എന്നാണ് HFC എന്ന് സെലക്ട് ചെയ്യേണ്ടത്. സ്നിപ്പറ്റിന് പേര് കൊടുത്തു. ടാഗ് ബോഡിന്ന് പേര് കൊടുത്തു. അപ്പോൾ ലൊക്കേഷൻ ഫൂട്ടറാണ് സെലക്ട് ചെയ്യുന്നത്. അപ്പം ബോഡിയിലാണല്ലോ പേസ്റ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഫൂട്ടറിൽ ആ കോഡ് പേസ്റ്റ് ചെയ്തു. സേവ് കൊടുക്കുക. എന്നിട്ട് നമുക്ക് അവിടെ നമ്മുടെ വെബ്സൈറ്റിൻ്റെ URL പേസ്റ്റ് ചെയ്ത് അവിടെ ടെസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ്റഗ്രേഷൻ ഓക്കെ ആണെങ്കിൽ അവിടെ ഗ്രീൻ ടിക്ക് കാണാം. അപ്പോൾ നമ്മൾ വെബ്സൈറ്റും ടാഗ് മാനേജറും തമ്മിൽ കണക്ട് ചെയ്തു. ഇനി നമുക്ക് ഓരോ ടാഗുകൾ, ഇപ്പം ഗൂഗിൾ ആഡ്സ്, ഗൂഗിൾ അനലിറ്റിക്സ്, ഫേസ്ബുക്ക് പിക്സൽ പോലുള്ള ടാഗുകൾ എങ്ങനെ വെബ്സൈറ്റായിട്ട് കണക്ട് ചെയ്യാമെന്ന് അടുത്ത വീഡിയോയിലായിട്ട് കാണാം. താങ്ക് യു.